ഈ വീഡിയോയിൽ പാനൽ നിർദ്ദേശങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ആദ്യം പ്രിസെറ്റുകൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. മെഷീൻ ഓൺ ചെയ്യാൻ ഓൺ ബൈ സ്റ്റാൻഡ് ബൈ ബട്ടൺ അമർത്തുക. തുടർന്ന് ഫംഗ്ഷൻ ബട്ടൺ പലതവണ അമർത്തി വിവിധ പ്രിസെറ്റുകൾക്കിടയിൽ മാറാം. നെയില്, ചിക്കൻ, മട്ടൺ പോലുള്ള പ്രിസെറ്റുകൾ ഫംഗ്ഷൻ ബട്ടന്റെ ചുറ്റും ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രീസെറ്റ് തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കിയ ശേഷം 3 മുതൽ 4 സെക്കൻഡ് വരെ കാത്തിരിക്കുക. തുടർന്ന് ഹീറ്റിംഗ് ആരംഭിക്കും. ഏത് സമയത്തും ഒരു പ്രിസെറ്റ് എങ്ങനെ റദ്ദാക്കാം? മെഷീൻ ഓൺ ചെയ്ത് ഫംഗ്ഷൻ ബട്ടൺ ഉപയോഗിച്ച് പ്രിസെറ്റ് തിരഞ്ഞെടുക്കുന്ന ഉടൻ മെഷീൻ പ്രവർത്തനം ആരംഭിക്കും. ഇത് മുകളിൽ ഇടതുവശത്ത് കാണുന്ന 3 മഞ്ഞ വരകൾ ഹീറ്റിംഗ് സിംബൽ വഴി സൂചിപ്പിക്കുന്നു. ഈ പ്രവർത്തനം ഏത് സമയത്തും നിർത്തണമെങ്കിൽ ക്യാൻസൽ ബട്ടൺ അമർത്തുക. ഹീറ്റിംഗ് പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രമേ ഈ ബട്ടൺ പ്രവർത്തിക്കൂ. ലിബ്ര ഇലക്ട്രിക് പ്രഷർ കുക്കറിൽ പരമാവധി 24 മണിക്കൂർ വരെ ഡിലേ ടൈം സജ്ജീകരിക്കാം. ആദ്യം ഫംഗ്ഷൻ കീ അമർത്തി ഏതെങ്കിലും പ്രിസെറ്റ് തിരഞ്ഞെടുക്കുക. തുടർന്ന് മുകളിൽ വലതുവശത്തുള്ള ഡിലേ ടൈം ബട്ടൺ ഉപയോഗിക്കുക. പ്ലസ് അല്ലെങ്കിൽ മിനസ് ബട്ടണുകൾ ഉപയോഗിച്ച് ആവശ്യമായ ഡിലേ സമയം ക്രമീകരിക്കാം. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ 11 മണിക്കൂർ 30 മിനിറ്റ് ഡിലേ സജ്ജീകരിച്ചിരിക്കുന്നു. ഈ സമയം കഴിഞ്ഞാൽ മെഷീൻ സ്വയം പ്രവർത്തനം ആരംഭിക്കും. ഈ ഉദാഹരണത്തിൽ തിരഞ്ഞെടുത്ത ബിരിയാണി പ്രിസെറ്റ് സ്വയമേവ പാചകം ആരംഭിക്കും. ലിബ്ര ഇലക്ട്രിക് പ്രഷർ കുക്കറിൽ മാനുവൽ മോഡ് സൗകര്യവും ലഭ്യമാണ്. മാനുവൽ മോഡ് ഉപയോഗിക്കാൻ ഫംഗ്ഷൻ കീ അമർത്തി മാനുവൽ മോഡ് തിരഞ്ഞെടുക്കുക. തുടർന്ന് ടൈമർ ബട്ടൺ അമർത്തി ആവശ്യമായ പാചക സമയം ക്രമീകരിക്കുക. ശേഷം ടെമ്പറേച്ചർ ബട്ടൺ അമർത്തി ആവശ്യമായ താപനില തിരഞ്ഞെടുക്കുക. പ്രഷർ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല, അത് സ്വയം ക്രമീകരിക്കും. ഈ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾ തിരഞ്ഞെടുത്ത സമയവും താപനിലയും അനുസരിച്ച് മെഷീൻ പാചകം ചെയ്യും. ഇനി ഒരു പ്രത്യേക പ്രിസെറ്റിൽ സമയം എങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാമെന്ന് നോക്കാം. ഫംഗ്ഷൻ ബട്ടൺ ഉപയോഗിച്ച് പ്രീസെറ്റ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ചോലെ പ്രീസെറ്റിന്റെ ഡിഫാൾട്ട് സമയം 40 മിനിറ്റ് ആണ്. സമയം കൂട്ടാനോ കുറയ്ക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടൈം ബട്ടൺ അമർത്തി ആവശ്യാനുസരണം ക്രമീകരിക്കുക. സമയം സജ്ജീകരിച്ച ശേഷം 3 മുതൽ 4 സെക്കൻഡ് വരെ കാത്തിരിക്കുക. തുടർന്ന് ഹീറ്റിംഗ് സിംബൽ പ്രത്യക്ഷപ്പെടും. അതായത് നിങ്ങൾ തിരഞ്ഞെടുത്ത സമയം അംഗീകരിക്കപ്പെട്ട് പാചകം ആരംഭിച്ചിരിക്കുന്നു. ചൈൽഡ് ലോക്ക് സൗകര്യം എങ്ങനെ ഉപയോഗിക്കാം? ആദ്യം ഫംഗ്ഷൻ ബട്ടൺ ഉപയോഗിച്ച് ഏതെങ്കിലും പ്രിസെറ്റ് തിരഞ്ഞെടുക്കുക. ഹീറ്റിംഗ് ആരംഭിക്കാൻ അനുവദിക്കുക. ഇത് 3 മഞ്ഞ വരകളിലൂടെ തിരിച്ചറിയാം. ഹീറ്റിംഗ് ആരംഭിച്ചാൽ മുകളിൽ ഇടതുവശത്ത് ചൈൽഡ് ലോക്ക് സൂചിക മിന്നിത്തുടങ്ങും. അത് 3 സെക്കൻഡ് അമർത്തി പിടിച്ചിരിക്കുക. ചൈൽഡ് ലോക്ക് സൂചിക മിന്നുന്നത് നിർത്തും, അതായത് ചൈൽഡ് ലോക്ക് സജീവമായിരിക്കുന്നു. ഇപ്പോൾ മറ്റു ബട്ടണുകൾ പ്രവർത്തിക്കില്ല.